കേരളത്തില് സമസ്ത ഉണ്ടായത് എന്തിനാണ്? ആവേശപൂർവം യാ ഔസുൽ ആലം ഷെയ്ഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്നും വിളിക്കുന്ന, ആവേശപൂർവം വിളിക്കുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കാൻ BJP എന്തിനാ അവിടെ പ്രവർത്തിക്കണേ? ഓർക്കൊരു ലക്ഷ്യമുണ്ട് അല്ലേ? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരു ലക്ഷ്യമല്ലേ? ഉണ്ട്. അതുപോലെ ഇവിടുത്തെ യുക്തിവാദികൾക്കൊരു ലക്ഷ്യമല്ലേ? ഉണ്ട്. ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്കൊരു ലക്ഷ്യമല്ലേ? ഉണ്ട്. ഇവിടുത്തെ സമസ്തയുടെ ലക്ഷ്യം എന്താ? അള്ളാനെ ആവേശപൂർവ്വം വിളിക്കുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കാനെന്നാണോ ഉസ്താദ് പറഞ്ഞ്? അല്ല, ഉസ്താദ് പറയണത് അറിയോ? ആലിമുകൾ പഠിപ്പിച്ച റൂട്ട് വിട്ടുപോകുന്ന ഒരു പ്രശ്നേ അല്ല. എന്റെ ചോദ്യം എത്രയേ ഉള്ളൂ, ഈ ഉസ്താദ് പറയുന്ന ആലിമുകൾ ആരാണ്? നബിമാരാണോ? എങ്കിൽ ഈ ഉസ്താദ് പറഞ്ഞ ഇൽമല്ല അവർ പഠിപ്പിച്ചത്. ഈ ഉസ്താദ് പറഞ്ഞ ഇൽമല്ല എന്നതിന് എന്റെ തെളിവെന്താണ്? അള്ളാന്റെ ഗ്രന്ഥം, റസൂലുള്ളാന്റെ വചനം. അത് ഞാൻ തെളിയിക്കും. അഫ്ളലു മാ കുൻതു അന വന്നബിയൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുത്തുനബി പറഞ്ഞാണ്, എന്റെ മുമ്പ് കഴിഞ്ഞു പോയ സകല ആലിമുകളായ പ്രവാചകന്മാരും അവർ വിളിച്ചെന്തിനാ? എന്തിലേക്കാ വിളിച്ചത്? പടച്ചോനിലേക്കാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചൈസ്തരം പറയുന്ന റസൂൽ എന്നെ പറഞ്ഞ എന്താ? ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇവര് പറയുന്നതോ ഖൂലു, വിളിക്കടാ മൊയ്തീൻ ശൈഖിനെ, ഉറക്ക വിളിക്കടാ, തൊണ്ടപൊട്ടുമാറ് വിളിക്ക്. അതിനാണ് സമസ്ത.